ഇതിന് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഞാൻ 2 ദിവസം മുമ്പേ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കും. ഇതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് 1.5 കിലോൻ്റെ ചിക്കനാണ്. അധികം മൂപ്പില്ലാത്ത ചിക്കനാണ് നല്ലത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പഴുത്ത മുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും 3-4 ടേബിൾ സ്പൂൺ വിനീഗറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ അരച്ചെടുത്ത മിക്സ് വെള്ളം വാർത്തിയെടുത്ത ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളം നന്നായി വാർത്തിയെടുക്കണേ, അല്ലെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ അതിൽ വെള്ളം ഊറിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് നല്ല കളർ കിട്ടും. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് മുളക് പൊടി കുറവുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുമല്ലോ, അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. താങ്ക്